ഇന്ത്യയുടെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു കത്വ ഉന്നാവോ പീഡനം എന്നുള്ളത്. ഈ ബലാത്സംഗ പീഡന സംഭവം ലോകത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ആളും മറക്കാനിടയില്ല. കാരണം വർത്തമാന കാലഘട്ടത്തിൽ സംഭവിച്ച ഏറ്റവും സമാനതകളില്ലാത്ത ഒരു ക്രൂരകൃത്യമായിരുന്നു കത്വ ഉന്നാവോയിൽ ഉണ്ടായത്. ഈ സംഭവത്തിന് തുടർന്ന് BJPക്കെതിരെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നിരുന്നു. വലിയ തോതിലുള്ള പ്രതിരോധമാണ് BJP ഈ സംഭവത്തിൽ നിന്നെല്ലാം തൽക്കാലമെങ്കിലും തടയൂരുന്നതിന് വേണ്ടി നടത്തിയത്. എന്നാൽ ഈ സംഭവങ്ങളെ തുടർന്ന് ഇന്ത്യയുടെ വടക്കേ ഇന്ത്യയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളും കലാപങ്ങളും വരെ പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യമുണ്ടായി. അന്ന് കത്വ പ്രതികളെ പിന്തുണച്ച BJP മന്ത്രി ഇന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ള ഏറ്റവും കൗതുകരമായ കാര്യമാണ് ഇവിടെ അറിയിക്കാനുള്ളത്. കത്വ കൂട്ടബലാത്സംഗ കേസ് പ്രതികളെ പിന്തുണച്ച നേതാവായിരുന്നു അന്ന്. പ്രദേശത്തെ ബസോഹലി എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് ആ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് അന്ന് ഈ BJPയെ പിന്തുണച്ച അല്ലെങ്കിൽ ആ പ്രതികളെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ പ്രതികൾക്കായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച BJPയുടെ നേതാവാണ് ഇന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിക്കുന്നത്. മുൻ BJP നേതാവും മന്ത്രിയുമായ ചൗധരിലാൽ സിംഗ് ഇത്തവണ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ ടിക്കറ്റിലാണ്. തിങ്കളാഴ്ച പുറത്തിറക്കിയ സ്ഥാനാർത്ഥി പട്ടികയിലാണ് ഇയാളുടെ പേരുള്ളത്. 2018 ജനുവരിയിലാണ് 8 വയസ്സുകാരിയെ പ്രദേശത്തെ ക്ഷേത്രത്തിലെ പൂജാരിയും SIയും അടക്കം ആ ക്ഷേത്രത്തിൽ തന്നെ തടവിലാക്കി ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. മയക്കുമരുന്ന് നൽകിയും ഈ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അടങ്ങുന്ന ബഗർവാൾ നാടോടി വിഭാഗത്തെ ഗ്രാമത്തിൽ നിന്നും തുരത്തി ഓടിക്കുന്നതിനായി ദിവസങ്ങളോളം തടവിൽ വെച്ച് പീഡിപ്പിച്ച് ക്രൂരമായി കൊലപ്പെടുത്തി എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. 60 വയസ്സുകാരനായ പൂജാരി സഞ്ജീറാം, അതുപോലെ തന്നെ സ്പെഷ്യൽ പോലീസ് ഓഫീസറായ ദീപ് ഖജൂരിയ, സുരേന്ദ്ര വർമ്മ, സബ് ഇൻസ്പെക്ടറായ ആനന്ദ് ദത്ത, ഹെഡ് കോൺസ്റ്റബിൾ തിലകരാജ്, പർവേഷ് കുമാർ, സഞ്ജീറാമിന്റെ പ്രായപൂർത്തിയാകാത്ത മകൻ എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ. ഇവരെ രക്ഷിക്കാനായിട്ട് പ്രതികളെ അനുകൂലിച്ച് നടന്ന പ്രകടനത്തിൽ അന്നത്തെ BJP മന്ത്രിയായിരുന്ന ഇയാൾ പങ്കെടുത്തിരുന്നു. ഈ സ്ഥാനാർത്ഥി പങ്കെടുത്തിരുന്നു. ഇതിനിടയിൽ റൈസിംഗ് കാശ്മീർ പത്രാധിപരായ ഷുജാത് ബുഖാരിയുടെ കൊലപാതകം പോലുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ മാധ്യമപ്രവർത്തകർ സ്വയം നിയന്ത്രിക്കണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടിരുന്നു. ഈ മഹാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഈ ബസോലിയിൽ നിന്ന് മത്സരിക്കുന്നത്. ഇതേ തുടർന്ന് വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് കോൺഗ്രസ് ഇരയായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഈ നിലപാടുകൾ തികച്ചും വളരെ ബാലിശവും അതുപോലെ തന്നെ അപകടകരവുമായ ചില സന്ദേശങ്ങളാണ് നൽകുന്നതെന്ന് പുരോഗമന രീതിയിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രതിനിധികളും സ്വതന്ത്ര മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. കാരണം ഇത്തരത്തിൽ പെരുമാറിയ ഈ മുൻ BJPയുടെ നേതാവും മന്ത്രിയുമായിരുന്ന ചൗധരിലാൽ സിംഗിനെ പോലുള്ള ക്രിമിനലുകളെ മത്സരിപ്പിക്കുന്നതിലൂടെ കോൺഗ്രസ് എന്ത് സന്ദേശമാണ് രാജ്യത്തിന് നൽകുന്നത് എന്നുള്ള ചോദ്യം പ്രതിപക്ഷ ഭാഗത്തു നിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ സംഭവത്തെ BJP വലിയ തോതിൽ മുതലെടുക്കുന്ന കാഴ്ച ഇപ്പോൾ കാണാൻ സാധിക്കും. കാരണം അന്ന് ഈ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന് മുൻപ് ഈ ചൗധരിലാൽ സിംഗ് നടത്തിയ പല സ്റ്റേറ്റ്മെന്റ് വീഡിയോ ദൃശ്യങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിലുള്ള പ്രചാരണം നടത്തി അവർ വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിന്റെ ഇത്തരം നീക്കങ്ങൾ വലിയ പ്രശ്നങ്ങളിലേക്കും വലിയ വേണ്ടാത്ത ചില ചിന്താഗതികളിലേക്കും ആളുകളെ കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.